iFlow Honey Magic Oven powered by Tasty Nibblesലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ റീജിയണൽ സ്പെഷ്യാലിറ്റീസ് എന്നൊരു കാര്യമുണ്ട്. അതായത് ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ചില വിഭവങ്ങൾ, അല്ലെങ്കിൽ ചില ചേരുവകൾ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചാൽ, കോഴിക്കോട് തൊട്ട് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കല്ലുമേക്ക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെയെല്ലാം. അതുകൊണ്ട് വ്യത്യസ്തമായ പലതരം വിഭവങ്ങൾ അവർ തയ്യാറാക്കുന്നു. അതേസമയം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇതിൻ്റെ ഇപ്പോൾ കല്ലുമേക്കായ ആയിട്ട്, അല്ലെങ്കിൽ ചിപ്പി എന്ന് പറഞ്ഞും, അല്ലെങ്കിൽ കക്കയെന്ന് പറഞ്ഞും, എന്തായാലും ഈ ഒരു ഫാമിലിയിൽപ്പെടുന്ന വ്യത്യസ്തമായ പല പല കാര്യങ്ങൾ. ഇപ്പോൾ ആലപ്പുഴ ഭാഗത്ത് ചെന്നാലും, അതായത് ഇപ്പോൾ ബാക്ക് വാട്ടേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ ചെന്നാലും അവിടെയെല്ലാം സ്പെഷ്യാലിറ്റീസാണ്. അവിടെയൊക്കെ ഇത് വരുന്ന ഒരു രീതിയുണ്ട്. അത് വെച്ച് കറി ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്, പലതരം തോരൻ ഉണ്ടാക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഈ മാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഈ ഒരു സമയത്തെല്ലാം തന്നെ ഈ കല്ലുമേക്കായ എന്ന് പറയുന്നത് ഒരുപാട് കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് കിട്ടുന്ന കല്ലുമേക്ക വളരെ ഫ്ലഷി ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഫ്ലഷി എന്ന് പറഞ്ഞാൽ നല്ല ചതയുള്ളത്, അല്ലെങ്കിൽ നല്ല മാംസമുള്ളത്, നല്ല ഒരുപാട് ഫ്ലഷ് അകത്തുള്ള ഒരു രീതിയിലായിരിക്കും. അത് നല്ല ഹെൽത്തി ആയിട്ട്, നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള കല്ലുമേക്ക കിട്ടുന്ന ഒരു സമയമാണ്. ചില സമയത്ത് കിട്ടുമ്പോൾ, എപ്പോഴും കിട്ടുമായിരിക്കാം, പക്ഷേ ചില സമയത്ത് അത് വളരെ സ്ലിമ്മായിട്ട്, അകത്തെ ഫ്ലഷൊക്കെ ഇങ്ങനെ ചുരുങ്ങി വളരെ ചെറിയ ഫ്ലഷി അല്ലാത്ത കുഞ്ഞതായിട്ടുള്ളതായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പറ്റിയ സമയമാണ് കല്ലുമേക്ക വാങ്ങാനും പലതരം വിഭവങ്ങൾ തയ്യാറാക്കാനും. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കല്ലുമേക്ക പച്ച അരച്ചത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കല്ലുമേക്ക തയ്യാറാക്കുമ്പോൾ ഈ പലതരം പാചകക്കുറിപ്പുകൾ നോക്കിയോ, അല്ലെങ്കിൽ പല ആൾക്കാരുണ്ടാക്കുന്ന പാചകക്കുറിപ്പുകളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ തലമുറകളായിട്ട് അമ്മ മുത്തശ്ശിമാരിൽ നിന്നെല്ലാം ഇങ്ങനെ കൈമാറി വന്ന രഹസ്യം എന്താണ് പുതിയ പാചകക്കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴും ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ കല്ലുമേക്ക ഒന്ന് ആവി കയറ്റി, അപ്പോൾ അത് ആവി കയറ്റുമ്പോൾ തന്നെ അതിങ്ങനെ പിളർന്നു വരും. അതിനകത്തുനിന്ന് അതിൻ്റെ ഫ്ലഷ്, അതിൻ്റെ മാംസ ഭാഗം എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് ആ പച്ചയ്ക്ക് തന്നെ അതിൻ്റെ തോടിൽ നിന്നും അതിനെ ആവി കയറ്റാണ്ട് അതിൽ നിന്നും ഇളക്കി ഫ്രഷായിട്ട് അതിൻ്റെ ഫ്ലഷ് എടുക്കുകയാണ്. അതിൻ്റെ പച്ചയായിട്ടുള്ള ഫ്ലഷ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കല്ലുമേക്ക 25 എണ്ണം, പച്ചയ്ക്ക് അതിൻ്റെ അകത്ത മാംസമുള്ള ഭാഗം എടുത്തത്, തേങ്ങ ചെറുകിയത് 1.5 കപ്പ്, ചെറിയ ഉള്ളി 3 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 3 എണ്ണം 2ആയി പിളർന്നത്, പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വെള്ളത്തിൽ കുതിർത്തത്, ഉപ്പ് ആവശ്യത്തിന്. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 3-4, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ ഒരു കല്ലുമേക്ക ഇങ്ങനെ എടുത്തിട്ട്, ഇത് പച്ചയാണ്, ഇതിങ്ങനെ പൊളിച്ചിട്ട് ഇതിനെ ആദ്യം ഒന്ന് വെള്ളത്തിലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ വാഷ് ചെയ്യണം. അപ്പോൾ അകത്ത് മണ്ണെല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടാണിത് ഇളക്കിയെടുക്കേണ്ടത്. എന്നിട്ട് ആ ഷെല്ല് വെച്ച് തന്നെ മറു സൈഡും കൂടി ഇളക്കിയിടുക. ഈ രീതിയിൽ ആണ് പൊളിക്കേണ്ടത്. അപ്പോൾ ഇത് പച്ചയ്ക്കുള്ള പൊളിക്കലാണിത്. ഇതിങ്ങനെ ആദ്യം ഒന്ന് പൊളിച്ചിട്ട് രണ്ടായിട്ടാക്കിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മണ്ണെല്ലാം പോകും. എന്നിട്ട് അതിനെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഷെല്ലിൽ നിന്ന്, ആ തോടിൽ നിന്നും മാറ്റി ഒരു സൈഡ് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന തോട് വെച്ചിട്ട് തന്നെ ഇളക്കാം. അപ്പോൾ അതിൻ്റെ ജ്യൂസോട് കൂടി കിട്ടും. അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലഷാണ് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നത്. അപ്പം നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 25 കല്ലുമേക്കായിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ 25 എണ്ണം നമ്മൾ ഇതുപോലെ തോടിൽ നിന്നും ഇളക്കിയെടുക്കണം പച്ചയ്ക്ക്. ഇത് ആവി കയറ്റിയതല്ല, സ്റ്റീം ചെയ്തതല്ല, പച്ചയ്ക്കാണ്. അത് കാരണം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും, പക്ഷേ സ്വാദിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ബെച്ചായിരിക്കും. ഇതിൻ്റെ അകത്തുള്ള ജ്യൂസും കൂടി നമ്മൾക്ക് കിട്ടും. അപ്പോൾ അത് കുറേ കൂടി സ്വാദ് നൽകും. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അങ്ങനെ കല്ലുമേക്ക 25 എണ്ണവും പച്ചയ്ക്ക് ഇതുപോലെ അതിൻ്റെ ഫ്ലഷ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി അതിന് വേണ്ട അരപ്പ്, പച്ച അരപ്പാണ്. ഇത് 1.5 കപ്പ് തേങ്ങ ചെരുകിയത്, അതിലേക്ക് 2.5 ടീസ്പൂൺ മുതൽ 3, അതായത് ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെ ആകാം മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ വരെ ആകാം, അല്ലെങ്കിൽ 2.5 ടീസ്പൂൺ. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
പിന്നെന്താ, ഒരു 3 ചെറിയ ഉള്ളി, വലിയ സൈസിലുള്ള ചെറിയ ഉള്ളിയാണെങ്കിൽ 3 ആ 3 കൂടി വയ്ക്കുക. ഇനി ഇത് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. അതായത് ഒരുപാട് ഫൈൻ പേസ്റ്റ് അല്ല, മഷി പോലെയല്ല, എന്നാൽ തോരൻ്റെ പാകമല്ല. അത് തോരൻ്റെ പാകത്തിനെക്കാട്ടിലും കുറച്ചുകൂടി അരയണം. അപ്പോൾ ഒരു തരിതരിപ്പായിട്ട് അരച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ച്, ആ കല്ലാണെങ്കിൽ കല്ല് കഴുകിയ വെള്ളം, മിക്സി ആണെങ്കിൽ മിക്സി കഴുകി ആ വെള്ളം കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അങ്ങനെ അരപ്പ് റെഡിയായി. അപ്പോൾ ഇത് തോരൻ്റെ ഭാഗമല്ല, ഏതാണ്ട് ഒരു അവിയലിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഇങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിരിക്കുന്നത് ഇത് റെഡിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചത്. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മൾ ഇത് പച്ചയ്ക്ക് കലക്കി വെക്കാൻ പോവാണ്. അതായത് ഈ അരപ്പും, ഇത് 1.5 കപ്പ് തേങ്ങ ചിരകിയത്, 2.5 മുതൽ 3 ടീസ്പൂൺ വരെ പിരിയൻ മുളകിൻ്റെ പൊടി, 3 ടീസ്പൂൺ വരെ ആകാം, അതായത് 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെന്താ 3 ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ചേർന്ന് അരച്ചതാണ്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ, ഒരുപാട് പുളി വേണ്ട, ഒരല്പം പുളി മതി, ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ കുതിർത്ത്, ഇത് വാളംപുളിയാണ്, അതിങ്ങനെ പിഴിഞ്ഞ് അതും കൂടി അല്പം ഒഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 2-3 പച്ചമുളക് 2ആയി പിളർന്നത്, ഇതിനോടൊപ്പം നമ്മൾ വൃത്തിയാക്കി എടുത്തിരിക്കുന്ന കല്ലുമ്മക്കായുടെ ഫ്ലഷ്, അകത്തുള്ള മാംസഭാഗം, അതിൻ്റെ കുറച്ച് ചാറ് കാണും, ആ ചാറോടുകൂടിയാണ് ഒഴിച്ച്, ഇച്ചിരി വെള്ളം. വേകാൻ ആവശ്യമുള്ള വെള്ളം. ശരിക്കും പറഞ്ഞാൽ ഈ പച്ചയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് അതിൻ്റെ മാംസം എടുക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ജ്യൂസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി വരും. അതും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. പിന്നെ അകത്ത് മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ആ 2ആയിട്ട് പിളർന്നിട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ലാഞ്ചി കഴുകണം. അപ്പം മണ്ണൊക്കെ പോകും. പിന്നെ ജ്യൂസ് രണ്ടാമത് ഇളക്കിയെടുക്കുമ്പോൾ കിട്ടുകയും ചെയ്യും. ആ രീതിയിൽ തന്നെ ചെയ്യണം. ഇച്ചിരി കൂടെ വെള്ളം വേണം. അപ്പോൾ ഇത് ഭയങ്കര ഒരു എന്താ പറയുക, കല്ലുമ്മക്കായുടെ കംപ്ലീറ്റ് ഫ്ലേവറും നമുക്കിതിൽ കിട്ടും. മതിയാകും, ഏകദേശമായി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കും. തിളച്ച് കഴിഞ്ഞിട്ട് തീ അല്പം ഒന്ന് കുറച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ കടന്നിട്ട് വേകണം. ഇത് പെട്ടെന്ന് തന്നെ വേഗം വെന്തിങ്ങനെ അരപ്പിച്ചിലൂടെ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല തിള വരട്ടെ. തിള വന്നു കഴിഞ്ഞിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിക്കാം. അപ്പോൾ പാത്രം അതൊന്ന് അടച്ചു കൊടുക്കുക. എന്തായാലും ഇതൊന്ന് റെഡിയായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ നമ്മളുടെ കല്ലുമ്മക്ക പച്ച വെച്ചത്, അല്ലെങ്കിൽ പച്ച അരപ്പ് വെച്ചത് പാകത്തിന് വെന്ത് ചാറെല്ലാം ഇങ്ങനെ കുറുകി. അപ്പോൾ ചെറിയ തീയിലാണ് ഇടേണ്ടത്. ആദ്യത്തെ ഒരു തിള കഴിഞ്ഞിട്ട് ചെറിയ തീയാണ്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നൊരു പാകമായി കഴിഞ്ഞു, കുറുകി. ഇനി ഒരു കാര്യം പ്രധാനമാണ്, ഇതിനെ താളിച്ചിടൽ. അപ്പോൾ ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഒരല്പം, 1-1.5 ടേബിൾ സ്പൂൺ എണ്ണ. അപ്പോൾ മീനിൽ വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിങ്ങനെ എണ്ണ തെളിഞ്ഞ് കിടക്കുന്നത് തേങ്ങയിൽ നിന്ന് ഇറങ്ങിയ എണ്ണയാണ്, അരപ്പിൽ നിന്നും. പിന്നെ കുറച്ച് ഫാറ്റ് കണ്ടൻറ്റ് മീനിലുണ്ടെങ്കിൽ അതും എല്ലാം കൂടി വരുന്നതാണ്. ഇങ്ങനെ വയ്ക്കുക. ഇതിപ്പോൾ പാകത്തിന് വെന്തിരിക്കുവാണ്. അപ്പോൾ എണ്ണ നല്ല ചൂടായി. ഇനി ഇതിലേക്ക് കടുകിടാം. 2-3 വെറ്റൽ മുളകും, കടുക് പൊട്ടി തുടങ്ങി. ഇനി ആവശ്യത്തിന് കറിവേപ്പില. കുറച്ച് കറിവേപ്പില നമ്മുടെ അരപ്പിൻ്റെ കൂടെയും ഒന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും എക്സ്ട്രാ കറിവേപ്പില. തീ ഓഫ് ചെയ്യാം. കറിയിലേക്ക് ഒഴിക്കും. തീ ഓഫ് ചെയ്യാം.
അങ്ങനെ നല്ല രുചിയും മണവും ഉള്ള വളരെ തനി നാടനായിട്ടുള്ള ഒരു വിഭവം ഇവിടെ റെഡിയായി കഴിഞ്ഞു. കല്ലുമേക്ക പച്ച അരച്ചത്. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ കല്ലുമേക്കയുടെ സീസണാണ്, പല ഭാഗങ്ങളിലും കിട്ടുന്ന സമയമാണിത്. അപ്പോൾ ഓരോ സ്ഥലത്തും കേരളത്തിൻ്റെ പ്രത്യേകതയാണ് റീജിയണൽ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ്. ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള കറികളാണ് തയ്യാറാക്കുന്നത്. ഒരേ ചേരുവ തന്നെ പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. കല്ലുമേക്ക എന്തായാലും തലശ്ശേരി, കണ്ണൂർ, പിന്നെ കാലിക്കറ്റ്, കോഴിക്കോട് ഭാഗത്തൊക്കെ പല രീതിയിലുള്ള വ്യത്യസ്തമായ നല്ല നല്ല രുചിയുള്ള കല്ലുമേക്ക കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. അതേസമയം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ ഇങ്ങനെയുള്ള സെക്ടറിൽ പോയാലും വ്യത്യസ്തമായ വിഭവങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും ഇതൊരു പ്രാവശ്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു നോക്കുക. എല്ലാ ഭാഗത്തെയും വിഭവങ്ങൾ അവർക്ക് പരിചയമില്ലാത്ത വിഭവമാണെങ്കിലും കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില രീതിയിൽ തയ്യാറാക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ തേങ്ങ അരച്ച് പച്ചയ്ക്ക് അരയ്ക്കുന്ന ഇത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു റെസിപ്പി ആണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കുക, ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും പരീക്ഷിക്കും.